പ്രിയതുകാര സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെതിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ SCERT സോഷ്യൽ സയൻസ് ചാപ്റ്ററുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 6ാമത്തെ ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ. അതിൻ്റെ 3ാമത്തെ ഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം. ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംഘകാലത്തെ തിണകളെക്കുറിച്ച് പഠിച്ചു. തിണകളുടെ പ്രത്യേകത ആധികാരികമായി തന്നെ പഠിച്ചുറപ്പിച്ചു. വളരെ പ്രാധാന്യമുള്ള ടോപ്പിക്കാണ്. ആ സംഘകാലത്തിന് ശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന പെരുമാൾ രാജാക്കന്മാരുടെ അഥവാ കുലശേഖര രാജാക്കന്മാരുടെ പ്രധാന സംഭാവനകളും പഠിച്ചുറപ്പിച്ചു. ഓക്കെ അല്ലേ? ഇനി ഈ കുലശേഖരന്മാരുടെ ഭരണം അവസാനിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. കുലശേഖര രാജാക്കന്മാരുടെ ഭരണം പൊതുവർഷം അതായത് കോമൺ എറ 800 മുതൽ 1102 വരെയാണെന്ന് പറഞ്ഞല്ലോ. കുലശേഖരന്മാര് ഭരണ സൗകര്യത്തിന് വേണ്ടി ആ കുലശേഖര സാമ്രാജ്യത്തെ നാടുകളായി വേർതിരിച്ചിരുന്നു. ആ നാടുകളെ ദേശങ്ങളായി വേർതിരിച്ചിരുന്നു. ആ ദേശങ്ങളെ കരകളായും വേർതിരിച്ചിരുന്നു. ശരിയല്ലേ? ഈ കുലശേഖര സാമ്രാജ്യം അസ്തമിച്ചപ്പോൾ ഈ കുലശേഖര സാമ്രാജ്യത്തിന് കീഴിലുണ്ടായിരുന്ന നാടുകളെല്ലാം തങ്ങൾ സ്വതന്ത്രരാണ്, ഞങ്ങൾ സ്വതന്ത്രരായി എന്ന് പറഞ്ഞുകൊണ്ട് സ്വരൂപങ്ങൾ എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. അപ്പൊ കേരളത്തിൽ സ്വരൂപങ്ങൾ രൂപം കൊള്ളുന്നത് ഇപ്പോൾ പെരുമാൾ ഭരണത്തിന് ശേഷം അഥവാ കുലശേഖര ഭരണത്തിന് ശേഷം അഥവാ 2ാം ചേര ഭരണത്തിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 1102 മുതലാണ് സ്വരൂപങ്ങൾ ആരംഭിക്കുക. സ്വരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്: പ്രാദേശിക സ്വതന്ത്ര രാജ്യങ്ങൾ. ഏതാണ് സ്വരൂപങ്ങളായിട്ട് മാറുക? ഈ കുലശേഖര കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നാടുകൾ, ആ നാടുകൾ വീണ്ടും വിഭജിക്കപ്പെട്ട് വീണ്ടും അത് സ്വരൂപങ്ങളായി തന്നെ അറിയപ്പെട്ടു. ഉദാഹരണമായി പറഞ്ഞാൽ വേണാട് സ്വരൂപം അഥവാ തൃപ്പൂപ്പർ സ്വരൂപം, പിന്നെ ദേശിങ്ങനാട് സ്വരൂപം അഥവാ പിന്നെ നെടിയിരിപ്പ് സ്വരൂപം, പെരുമ്പടപ്പ് സ്വരൂപം, വെട്ടത്തനാട് സ്വരൂപം, അറക്കൽ സ്വരൂപം, ചിറക്കൽ സ്വരൂപം, അറങ്ങോട്ട് സ്വരൂപം, ഇതൊക്കെ നിങ്ങൾക്ക് പരിചിതമായ സ്വരൂപങ്ങളാണ്. അപ്പൊ സ്വരൂപങ്ങൾ രൂപം കൊള്ളുന്നത് എപ്പോഴാ? 1102 ശേഷമാണ്. നോക്കിയാലോ. 12ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ പെരുമാക്കന്മാരുടെ ഭരണം ശിഥിലമായി. കൃത്യമായി പറഞ്ഞാൽ എന്നാണ് 1102 പെരുമാക്കന്മാരുടെ ഭരണം അവസാനിച്ചു. 1102 മുതൽ എന്ത് രൂപം കൊണ്ടു? സ്വരൂപങ്ങൾ രൂപം കൊണ്ടു. ഓക്കെ. അപ്പോ 1102 മുതൽ പെരുമാക്കന്മാരുടെ ഭരണം ശിഥിലമായി. അതോടുകൂടി അവരുടെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളുടെ രാഷ്ട്രീയ ഐക്യം നഷ്ടപ്പെട്ടു. തുടർന്ന് പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന പല നാടുകളും സ്വതന്ത്രമായി. ചില നാടുകൾ വിഭജിക്കപ്പെട്ട് സ്വതന്ത്രമായി മാറി എന്നതാണ് യാഥാർത്ഥ്യം. പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന നാടുകൾ പിൽക്കാലത്ത് നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു. അപ്പോൾ സ്വരൂപങ്ങൾ ആരംഭിച്ചത് എന്നാണ് 1102 കുലശേഖര സാമ്രാജ്യം അഥവാ പെരുമാക്കന്മാരുടെ ഭരണം എന്ന് അവസാനിച്ചു 1102 അവസാനിച്ചു. ക്ലിയർ? മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് ആയിരുന്നു ഭരണ സംവിധാനം ഈ സ്വരൂപങ്ങൾ ഉണ്ടായിരുന്നത്. ഈ സ്വരൂപങ്ങളിലെല്ലാം എന്തായിരുന്നു? മരുമക്കത്തായം. വേണാടിലും എന്ത് തന്നെയാണ്? മരുമക്കത്തായം തന്നെയാണ്. ഓക്കെ. അപ്പോൾ മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് നിലനിന്നിരുന്ന സ്വയംഭരണ പ്രദേശങ്ങളായിരുന്നു സ്വരൂപങ്ങൾ. അപ്പൊ സ്വരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? മരുമക്കത്തായം അനുസരിച്ച് നിലനിന്നിരുന്ന സ്വയംഭരണ പ്രദേശങ്ങളാണ് സ്വരൂപങ്ങൾ എന്നറിയപ്പെടുക. മരുമക്കത്തായത്തെ അടിസ്ഥാനമാക്കിയ കൂട്ടുകുടുംബങ്ങളായിരുന്നു സ്വരൂപങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. മരുമക്കത്തായത്തെ അടിസ്ഥാനമാക്കിയുള്ള കൂട്ടുകുടുംബങ്ങളാണ് ആരെ നിയന്ത്രിക്കുക? സ്വരൂപങ്ങളെ നിയന്ത്രിക്കുക. മറക്കില്ലല്ലോ. അപ്പൊ പെരുമാക്കളുടെ ഭരണം 1102 ആരംഭിച്ചു. പെരുമാക്കളുടെ ഭരണസൗകര്യത്തിന് വേണ്ടി രൂപീകരിച്ചിരുന്ന നാടുകളായി തന്നെ സ്വരൂപങ്ങളായി മാറ്റപ്പെട്ടു, അല്ലെങ്കിൽ ചില നാടുകൾ വിഭജിക്കപ്പെട്ട സ്വരൂപങ്ങളായി മാറ്റപ്പെട്ടു. എന്താണ് സ്വരൂപങ്ങൾ? മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് നിലനിന്നിരുന്ന സ്വയംഭരണ പ്രദേശങ്ങളാണ് സ്വരൂപങ്ങൾ എന്നറിയപ്പെടുക. അപ്പൊ സ്വരൂപങ്ങൾ രൂപം കൊണ്ടത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ കൃത്യമായി തന്നെ പഠിച്ചുറപ്പിക്കണം. 1102. ക്ലിയർ? എന്താണ് മക്കത്തായവും മരുമക്കത്തായവും? മരുമക്കത്തായം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മകളുടെ ഭർത്താവിന് സ്വത്തെഴുതി നൽകും എന്നായിരിക്കും വിചാരിക്കുക. അതുമുണ്ടെങ്കിലും ആദ്യകാലത്ത് അതായിരുന്നില്ല ഉദ്ദേശം. കാരണം സ്വത്ത് കുടുംബത്തിൽ തന്നെ നിലനിൽക്കണം എന്നാണ് കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ വിവാഹം നടത്തി കൊടുക്കാറുള്ളൂ. കുടുംബത്തിന്റെ വെളിയിൽ നിന്ന് അങ്ങനെ വിവാഹം ആദ്യകാലത്ത് ചെയ്തിരുന്നില്ല. പിൽക്കാലത്ത് അങ്ങനെ ചെയ്തു. അത് യാഥാർത്ഥ്യമാണ്. നോക്കാം. പണ്ടുകാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന പിന്തുടർച്ച അവകാശ രീതികളാണ് മക്കത്തായവും മരുമക്കത്തായവും.
പിന്തുടർച്ചാവകാശം പിതാവിൽ നിന്ന് മക്കൾക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയായിരുന്നു മക്കത്തായം എന്നറിയപ്പെടുക. പിതാവിൽ നിന്ന് മക്കൾക്ക്. ഇനി മരുമക്കത്തായം എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്തുടർച്ചാവകാശം സഹോദരിയുടെ പുത്രന്മാർ. സഹോദരിയുടെ. ഇപ്പൊ ഒരാൾക്ക് ഇപ്പോ നിലവിൽ ഒരാൾ ഭരിക്കുന്നു. അടുത്ത അനന്തരാവകാശം പിന്തുടർച്ചാവകാശം നൽകേണ്ടത് ആരാ? തന്റെ സഹോദരിയുടെ പുത്രന്മാർക്ക്. സഹോദരിയുടെ പുത്രന്മാർക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് മരുമക്കത്തായം എന്നറിയപ്പെടുക. ഇത് ബേസിക് ഐഡിയ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും അപ്പോൾ ഈ മരുമക്കത്തായ വ്യവസ്ഥിതിയാണ് എവിടെ നിലനിന്നിരുന്നത്? സ്വരൂപങ്ങളിൽ നിലനിന്നിരുന്നത്. അത് എപ്പോഴും മനസ്സിലാക്കണം. ഇപ്പൊ വേണാട് സ്വരൂപം മരുമക്കത്തായമല്ലേ? ആ വേണാട് സ്വരൂപമാണ് പിൽക്കാലത്ത് 1750 മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിൽ അത് തിരുവിതാംകൂറായി മാറ്റപ്പെടുക. തിരുവിതാംകൂറിൽ മരുമക്കത്തായമല്ലേ? ആണെന്നേ. ഓക്കെ. അപ്പൊ പണ്ടുകാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന പിന്തുടർച്ച അവകാശ രീതികളാണ് മക്കത്തായവും മരുമക്കത്തായവും. പിന്തുടർച്ചാവകാശം പിതാവിൽ നിന്ന് മക്കൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി മക്കത്തായം. പിന്തുടർച്ചാവകാശം സഹോദരിയുടെ പുത്രന്മാർക്ക് കൈമാറ്റം ചെയ്യുന്ന രീതി മരുമക്കത്തായം. നാടുവഴി സ്വരൂപങ്ങളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു കോലത്തുനാട്. ഇന്നത്തെ കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ ഭരണം നടത്തുന്നതാണ് കോലത്തുനാട് എന്ന് പറയുക. പിന്നെ കോഴിക്കോട് ഭരിച്ചിരുന്ന നെടിയിരിപ്പ് സ്വരൂപം, കൊച്ചി ഭരിച്ചിരുന്ന പെരുമ്പടപ്പ് സ്വരൂപം, പിന്നെ വേണാട്, അതായത് നമ്മുടെ പത്മനാഭപുരം കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന തൃപ്പാപ്പൂർ അഥവാ വേണാട് സ്വരൂപം. ഓക്കെ. കോലത്തുനാട് കണ്ണൂരാണ്. ഈ കോലത്തുനാടിനെ കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. അത് PSC ചോദിച്ചതുകൊണ്ടാണ് കേട്ടോ. കോലത്തുനാട്. കോലത്തുനാട്ടിലെ രാജാക്കന്മാരുടെ സ്ഥാനപ്പേര് കോലത്തിരി എന്നായിരുന്നു. കോലത്തിരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത് മുതലാണ് കോലത്തുനാട് എന്നറിയപ്പെട്ടത്. കോലത്തുനാടിന്റെ ആദ്യ പേര് മൂഷകരാജ്യം എന്നായിരുന്നു. അപ്പൊ മൂഷകരാജ്യം നിലവിൽ അറിയപ്പെടുന്ന പേരെന്ത്? കോലത്തുനാട്. ഓക്കെ. അപ്പൊ ആദ്യകാലത്ത് മൂഷകരാജ്യം എന്നറിയപ്പെട്ട രാജ്യം, ആ രാജ്യത്തെ രാജാക്കന്മാർ കോലത്തിരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചപ്പോൾ കോലത്തുനാടായിട്ട് മാറി. ആസ്ഥാനം ചിറക്കലായിരുന്നു. ആസ്ഥാനം ചിറക്കൽ എന്ന സ്ഥലമായിരുന്നു. കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ. അതുകൊണ്ട് ഇത് എന്ത് പേരിൽ അറിയപ്പെട്ടു? ചിറക്കൽ സ്വരൂപം എന്ന് അറിയപ്പെട്ടു. ഇത് ഇത്രയും PSC ക്വസ്റ്റ്യൻ ആണ്. കോലത്തുനാടിന്റെ ആദ്യ പേര് എന്തായിരുന്നു? മൂഷകരാജ്യം. മൂഷകരാജ്യത്തിലെ രാജാക്കന്മാർ കോലത്തിരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചപ്പോഴാണ് കോലത്തുനാടായിട്ട് മാറുക. ആസ്ഥാനം ചിറക്കലായതുകൊണ്ട് ഈ കോലത്തുനാട് ചിറക്കൽ സ്വരൂപം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന രാജാക്കന്മാരാണ് നെടിയിരിപ്പ് സ്വരൂപം അല്ലെ? നെടിയിരിപ്പ് സ്വരൂപം. നെടിയിരിപ്പ് സ്വരൂപത്തിലെ ഭരണാധികാരികൾ രാജാവ് എന്ന പദവിയിലല്ല, മറിച്ച് സാമൂതിരി എന്ന പദവിയാണ് വഹിച്ചിരുന്നത്. രാജാവ് എന്ന പദവിയല്ല, മറിച്ച് സാമൂതിരി എന്ന പദവിയാണ്. സാമൂതിരിയുടെ സ്ഥാനപ്പേര് എന്ന് പറയുന്നത് കുന്നല കോനാതിരി ആയിരുന്നു. കുന്നല കോനാതിരി. അത് ഓർത്തു വെക്കാം. അപ്പൊ കോലത്തുനാടിലെ രാജാക്കന്മാരുടെ സ്ഥാനപ്പേര് കോലത്തിരിയും, നെടിയിരിപ്പ് സ്വരൂപത്തിലെ രാജാക്കന്മാരുടെ സ്ഥാനപ്പേര് കുന്നല കോനാതിരിയുമായിരുന്നു. എന്താണ്? കുന്നല കോനാതിരി. ഓക്കെ. തിരിച്ചു വരാം. അപ്പോ പ്രധാനപ്പെട്ട 4 സ്വരൂപങ്ങൾ ഇതൊക്കെ: കോലത്തുനാട് സ്വരൂപം കണ്ണൂരാണ് ആസ്ഥാനം, നെടിയിരിപ്പ് സ്വരൂപം കോഴിക്കോടാണ് ആസ്ഥാനം, പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചിയാണ്, തൃപ്പാപ്പൂർ സ്വരൂപം വേണാടാണ്. വേണാട് എന്ന് പറയുമ്പോൾ പത്മനാഭപുരാണ് കേട്ടോ. നാടുവാഴി ഭരണത്തിന്റെ വ്യാപനത്തോടെ ജന്മി സമ്പ്രദായം വ്യാപകമായി. മധ്യകാല കേരളത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥകളെ നിയന്ത്രിച്ചിരുന്ന സംവിധാനമായിരുന്നു ജന്മി സമ്പ്രദായം. ജന്മി സമ്പ്രദായത്തിന്റെ വ്യാപനത്തിന്റെ ഫലമായിട്ടാണ് നാടുവാഴി സ്വരൂപങ്ങൾ ഉയർന്നു വന്നത്. അപ്പോ നാടുവാഴി സമ്പ്രദായം ഉയർന്നു വരാൻ കാരണമായ സമ്പ്രദായം ഏതെന്ന് ചോദിച്ചാൽ ജന്മിത്വ സമ്പ്രദായമാണ് എന്ന് ദയവായി ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കാം. ക്ലിയർ ആണേ? ഇനി ഓരോ സ്വരൂപങ്ങളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. കോലത്തുനാട് സ്വരൂപം കണ്ണൂർ കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്നു. ഭരണാധികാരി കോലത്തിരി എന്നറിയപ്പെട്ടിരുന്നു. ആദ്യ പേരെന്തായിരുന്നു? ആദ്യ പേര് ഇതോടൊപ്പം നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ് കേട്ടോ. അഡീഷണൽ പോയിന്റ്. ആദ്യ പേരെന്തായിരുന്നു? മൂഷകരാജ്യം. മൂഷകരാജ്യമായിരുന്നു. ആസ്ഥാനം എവിടെയായിരുന്നു? ചിറക്കലായിരുന്നു. അതുകൊണ്ട് എന്ത് പേരിൽ അറിയപ്പെടും? ചിറക്കൽ സ്വരൂപം എന്നും അറിയപ്പെടും. ഇനി അടുത്ത നമ്മുടെ യൂറോപ്യന്മാർ പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്ന ഒരു പോയിന്റാണ്. അതാണ് അടുത്ത പോയിന്റായിട്ട് പറയുക. പോർച്ചുഗീസുകാർ കോളനിയാക്കിയ ആദ്യ നാട്ടുരാജ്യം. പോർച്ചുഗീസുകാർ കോളനിയാക്കിയ
കേരളത്തിലെ ആദ്യ നാട്ടുരാജ്യമാണ്. ആദ്യ നാട്ടുരാജ്യമാണ്. ഏതെന്ന് പറയാ? കോലത്തുനാടെന്ന് പറയാ. കൃത്യമായി പറഞ്ഞാൽ 1524 ആരാണ്? വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമയുടെ ഈ കോലത്തുനാട് അധിനിവേശത്തെക്കുറിച്ച് 1524 മൂന്നാം തവണ വൈസ്രോയി എന്ന സ്ഥാനത്തോട് ഗാമ കേരളത്തിൽ വരുമ്പോൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കോളനിയാക്കി മാറ്റിയ ഭൂപ്രദേശമാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ല കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന ഈ കോലത്തുനാട്. വാസ്കോഡ ഗാമയുടെ കോലത്തുനാട് അധിനിവേശത്തെക്കുറിച്ച് പരാമർശമുള്ള മലയാള ചലച്ചിത്രമാണ് ഉറുമി എന്നറിയപ്പെടുക. നിങ്ങൾക്കറിയാം ഉറുമി എന്ന മലയാള ചലച്ചിത്രം. ശരിയല്ലേ? ഉറുമി എന്ന മലയാള ചലച്ചിത്രത്തില് പോർച്ചുഗീസുകാർ കോലത്തുനാട് കോളനിയാക്കുന്ന വസ്തുതയാണ്, ചരിത്ര പശ്ചാത്തലമാണ് വിവരിക്കുക. അപ്പോൾ കോലത്തുനാട് സ്വരൂപം കണ്ണൂർ ആസ്ഥാനം കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിലെ ചിറക്കലാണ് ആസ്ഥാനം. ചിറക്കൽ സ്വരൂപം എന്നറിയപ്പെട്ടു. ഭരണാധികാരി കോലത്തിരി എന്നാണ് അറിയപ്പെടുക. ഇനി അടുത്ത സ്വരൂപത്തിലേക്ക് പോവാം. അടുത്ത സ്വരൂപം എന്ന് പറയുന്നത് നെടിയിരുപ്പ് സ്വരൂപം, ആസ്ഥാനം കോഴിക്കോട്. ഭരണാധികാരി സാമൂതിരി എന്നറിയപ്പെട്ടിരുന്നു. മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചതോടെ സാമൂതിരിയുടെ പ്രശസ്തി വർദ്ധിക്കുകയും ചെയ്തു. മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചു. എന്നാണ് ലഭിക്കുക സാമൂതിരിക്ക്? 1300 ലഭിക്കുക. എന്നാണ് കോമൺ എറ? 1300 രക്ഷാപുരുഷ സ്ഥാനം ലഭിക്കുക. അതുവരെ ഈ രക്ഷാപുരുഷ സ്ഥാനം ആർക്കായിരുന്നു? മാമാങ്കം ആരംഭിച്ചത് AD 829 കുലശേഖര രാജാക്കന്മാരാണ് ആരംഭിക്കുക. കുലശേഖര രാജാവായ രാമരാജശേഖരവർമ്മനാണ് എന്തിന് തുടക്കം കുറിക്കുക? മാമാങ്കം ആരംഭിക്കുക. അതുകൊണ്ട് മാമാങ്കത്തിന്റെ ആദ്യ രക്ഷാപുരുഷൻ ആരായിരുന്നു? രാജശേഖരവർമ്മയായിരുന്നു. അതായത് കുലശേഖര രാജാക്കന്മാരാണ്. ഈ കുലശേഖര സാമ്രാജ്യം എന്ന് അവസാനിച്ചു? 1102 അവസാനിച്ചു അല്ലെ? 1102 മുതൽ രക്ഷാപുരുഷ സ്ഥാനം വഹിച്ചിരുന്നത് ആരാണ്? അങ്ങാടിപ്പുറം ആസ്ഥാനമായി ഭരിച്ചിരുന്ന ഇന്നത്തെ മലപ്പുറം ജില്ലയിലാണ് അങ്ങാടിപ്പുറം കേട്ടോ. അങ്ങാടിപ്പുറം ആസ്ഥാനമായി ഭരിച്ചിരുന്ന വള്ളുവ കോനാദ്രിയാണ്. ആരാണ്? വള്ളുവ കോനാദ്രി. വള്ളുവ കോനാദ്രിയിൽ നിന്ന് യുദ്ധത്തിലൂടെയാണ് 1300 സാമൂതിരി എന്ത് ചെയ്യുക? മാമാങ്കത്തിന്റെ അധ്യക്ഷ സ്ഥാനം, രക്ഷാപുരുഷ സ്ഥാനം കൈവശപ്പെടുത്തുക. അതാണ് ചരിത്രം. അപ്പോൾ മാമാങ്കം ആരംഭിച്ചത് AD 829 തുടക്കം കുറിച്ചത് കുലശേഖര രാജാവായ രാമരാജശേഖരവർമ്മൻ. അതുകൊണ്ട് ആദ്യ രക്ഷാപുരുഷൻ രാമരാജ ശേഖരവർമ്മനായിരുന്നു. കുലശേഖര സാമ്രാജ്യം 1102 അസ്തമിച്ചപ്പോൾ അങ്ങാടിപ്പുറം ആസ്ഥാനമായി ഭരിച്ചിരുന്ന വള്ളുവ കോനാദ്രി മാമാങ്കത്തിന്റെ അധ്യക്ഷ സ്ഥാനം അഥവാ രക്ഷാപുരുഷ സ്ഥാനം ഏറ്റെടുത്തു. ഈ വള്ളുവ കോനാദ്രിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ക്രിസ്തുവർഷം, അതായത് ക്രിസ്തുവർഷം അല്ലെങ്കിൽ കോമണറ പൊതുവർഷം 1300 എന്ത് ചെയ്യുന്നത്? 1300 രക്ഷാപുരുഷ സ്ഥാനം സാമൂതിരി ഏറ്റെടുക്കുക. അതോടുകൂടി മാമാങ്കം എന്തായിട്ട് മാറി? യുദ്ധസമാനമായി മാറി. ഈ സാമൂതിരി കൈവശപ്പെടുത്തിയ രക്ഷാപുരുഷ സ്ഥാനം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി വള്ളുവ കോനാദ്രി മാമാങ്കത്തിലേക്ക് ചാവേറുകൾ അയക്കുന്നു. ആ ചാവേറുകൾ സാമൂതിരിയെ കൊല്ലാൻ ശ്രമിക്കുന്ന സാമൂതിരിയുടെ പടയാളികൾ ചാവേറുകളുമായി ഏറ്റുമുട്ടു. അങ്ങനെ മാമാങ്കം എന്തായിട്ട് മാറി? യുദ്ധസമാനമായിട്ട് മാറി. പിൽക്കാലത്ത് നമ്മുടെ ഹൈദർ അലിയുടെ പടയോട്ട കാലഘട്ടത്ത് മാമാങ്കം പൂർണ്ണമായിട്ട് അവസാനിക്കുകയും ചെയ്തു. അതാണ് ചരിത്രം. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാം എന്താണ് മാമാങ്കം എന്ന് ജസ്റ്റ് നോക്കി പോവാം. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയില് 12 വർഷത്തിലൊരിക്കൽ കൊണ്ടാടിയിരുന്ന ഉത്സവമാണ് മാമാങ്കം. 12 വർഷത്തിലൊരിക്കൽ കൊണ്ടാടിയിരുന്ന ഉത്സവമാണ് മാമാങ്കം. വള്ളുവനാട്ടിലെ ഭരണാധികാരിയായിരുന്ന വള്ളുവ കോനാദ്രിയിൽ നിന്നും മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം പിൽക്കാലത്ത് സാമൂതിരി പിടിച്ചെടുത്തു. എന്നാണ് പിടിച്ചെടുത്തതെന്ന് ചോദിച്ചാൽ എന്നാണ്? 1300. എന്നാൽ മാമാങ്കം ആരംഭിച്ചത് AD 829 ആര്? പെരുമാക്കന്മാർ അഥവാ കുലശേഖര രാജാക്കന്മാരുമാണ്. സിമ്പിൾ. ഞാൻ പറഞ്ഞ കാര്യമാണ് ഇവിടെ സ്ലൈഡിൽ പുസ്തകത്തിന്റെ കട്ടിംഗ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഗുഡ്. അടുത്ത നമുക്ക് പഠിച്ചാലോ? പെരുമ്പടപ്പ് സ്വരൂപം. കൊടുങ്ങല്ലൂർ പ്രദേശമാണ് പെരുമ്പടപ്പ് സ്വരൂപമായി മാറുക. പിൽക്കാലത്ത് അത് കൊച്ചി രാജവംശം എന്നറിയപ്പെട്ടു. കൊച്ചി രാജവംശത്തിന്റെ അല്ലെങ്കിൽ പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആദ്യ ആസ്ഥാനം അത് PS സ്ഥിരം ചോദിക്കുന്നതാണ് കേട്ടോ. ആദ്യ ആസ്ഥാനം എന്ന് പറയുന്നത് എന്തായിരുന്നതാ?
പൊന്നാനിയായിരുന്നു. ആദ്യാസ്ഥാനം മലപ്പുറം ജില്ലയിലെ പൊന്നാനിയാണ്. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയാണ്. അത് ദയവായി ഓർമ്മിക്കുക. അപ്പൊ പെരുമ്പടപ്പ് സ്വരൂപം അല്ലെങ്കിൽ കൊച്ചി രാജവംശത്തിന്റെ ആദ്യ ആസ്ഥാനം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയാണ്. ഈ പെരുമ്പടപ്പ് സ്വരൂപം ഉം, സ്ഥാനപ്പേരെന്തെന്നറിയാമോ? പെരുമ്പടപ്പ് സ്വരൂപത്തിലെ രാജാക്കന്മാരുടെ സ്ഥാനപ്പേര്. അതുകൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഗംഗാധര തിരുക്കോവിൽ അധികാരി. സ്ഥാനപ്പേര് പെരുമ്പടപ്പ് സ്വരൂപത്തിൽ അല്ലെങ്കിൽ കൊച്ചി രാജാക്കന്മാരുടെ സ്ഥാനപ്പേര് എന്ന് പറയുന്നത് ഗംഗാധര തിരുക്കോവിൽ അധികാരി എന്നായിരുന്നു. ആദ്യാസനം പൊന്നാനി, സ്ഥാനപ്പേര് എന്ന് പറയുന്നത് ഗംഗാധര തിരുക്കോവിൽ അധികാരി. മറക്കില്ലല്ലോ. അപ്പൊ പെരുമ്പടപ്പ് സ്വരൂപം കൊടുങ്ങല്ലൂർ പ്രദേശമാണ് ആ പെരുമ്പടപ്പ് സ്വരൂപമായിട്ട് മാറുക. ഇന്നത്തെ തൃശ്ശൂർ ജില്ല. പിൽക്കാലത്ത് കൊച്ചി രാജവംശം എന്ന് അറിയപ്പെട്ടു. ആദ്യ തലസ്ഥാനം ആദ്യാസ്ഥാനം പൊന്നാനിയായിരുന്നു. പിൽക്കാല ആസ്ഥാനം കൊച്ചിയുമാണ്. സ്ഥാനപ്പേര് ഗംഗാധര തിരുക്കോവിൽ അധികാരി. ഓക്കെ അല്ലേ? ഇനി തൃപ്പാപ്പൂർ സ്വരൂപം. കേരളത്തിലെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്തിരുന്ന സ്വരൂപമാണ് തൃപ്പാപ്പൂർ സ്വരൂപം. ഈ തൃപ്പാപ്പൂർ സ്വരൂപം അഥവാ വേണാട് സ്വരൂപമാണ് പിന്നീട് തിരുവിതാംകൂർ എന്ന പ്രബല രാജ്യമായി പരിണമിച്ചത്. ആസ്ഥാനം ആസ്ഥാനം നമുക്ക് പഠിക്കണമല്ലോ. തൃപ്പാപ്പൂർ സ്വരൂപത്തിന്റെ ആസ്ഥാനം എന്താണ്? പത്മനാഭപുരം അല്ലെങ്കിൽ കൽക്കുളം. പത്മനാഭപുരത്തെ തന്നെയാണ് എന്തെന്ന് വിളിക്കുക? കൽക്കുളം എന്ന് വിളിക്കുക. ഈ കൽക്കുളം കീഴടക്കുവാനുള്ള ഡച്ചുകാരുടെ പ്രവൃത്തിയാണ് പിന്നീട് എന്തായിട്ട് മാറുക? കുളച്ചിൽ യുദ്ധത്തിലേക്ക് വഴിതെളിക്കുക. അപ്പൊ ആസ്ഥാനം പത്മനാഭപുരം അഥവാ കൽക്കുളമാണ്. സ്ഥാനപ്പേര് എന്താണ്? സ്ഥാനപ്പേര് വഞ്ചി ഭൂപതി. വഞ്ചി ഭൂപതി. കൂടാതെ മറ്റൊരു സ്ഥാനപ്പേരുണ്ട്, തൃപ്പാപ്പൂർ മൂപ്പൻ. തൃപ്പാപ്പൂർ മൂപ്പൻ. എന്നിട്ട് തിരുവിതാംകൂർ സ്ഥാപിച്ചതിന് ശേഷം തിരുവിതാംകൂർ ഭരണാധികാരികളുടെ സ്ഥാനപ്പേര് എന്തായിരുന്നു? പത്മനാഭദാസൻ എന്നായിരുന്നു. പത്മനാഭദാസൻ എന്നായിരുന്നു കേട്ടോ. കാരണം തിരുവിതാംകൂർ 1750 ജനുവരി 3-ാം തീയതി അപ്പോഴത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായ തിരുവിതാംകൂറിന്റെ സ്ഥാപകനായ മാർത്താണ്ഡവർമ്മ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുകയും താനും തന്റെ പിന്തലമുറക്കാരും പത്മനാഭന്റെ ദാസന്മാരായി രാജ്യത്തെ സേവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. കൃത്യമായി പറഞ്ഞാൽ 1750 ജനുവരി മാസം 3-ാം തീയതി നടന്ന തൃപ്പടിദാനം. ഈ തൃപ്പടിദാനത്തെ തുടർന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ സ്വീകരിച്ച സ്ഥാനപ്പേരാണ് എന്താ? പത്മനാഭദാസൻ. ഓക്കെ. അപ്പൊ തൃപ്പാപ്പൂർ സ്വരൂപമായ വേണാട് കേരളത്തിന്റെ തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സ്വരൂപമാണ്. പിന്നീട് തിരുവിതാംകൂർ എന്ന പ്രബല നാട്ടുരാജ്യമായി പരിണമിച്ചു. ആസ്ഥാനം പത്മനാഭപുരത കൽക്കുളമായിരുന്നു. സ്ഥാനപ്പേര് വഞ്ചിഭൂപതി എന്നും തൃപ്പാപ്പൂർ മൂപ്പൻ എന്നും അറിയപ്പെട്ടു. ഇത് തിരുവിതാംകൂറായി മാറ്റപ്പെട്ടപ്പോൾ സ്വീകരിച്ച സ്ഥാനപ്പേരാണ് പത്മനാഭദാസൻ എന്ന് പറയുക. പത്മനാഭദാസൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കാനുള്ള കാരണം തൃപ്പടിദാനമായിരുന്നു. തൃപ്പടിദാനം എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ 1750 ജനുവരി മാസം 3-ാം തീയതി. ക്ലിയർ ആണ്. അടുത്ത് പറയുന്നു, വേണാട് തിരുവിതാംകൂർ എന്ന ശക്തമായ നാട്ടുരാജ്യമായി വികാസം പ്രാപിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്താണ്. ശക്തൻ തമ്പുരാനാണ് പെരുമ്പടപ്പ് സ്വരൂപത്തെ കൊച്ചി രാജ്യമാക്കി മാറ്റുന്നത്. അപ്പൊ വേണാട് സ്വരൂപത്തെ തിരുവിതാംകൂറാക്കി മാറ്റുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. പെരുമ്പടപ്പ് സ്വരൂപത്തെ കൊച്ചി രാജ്യമാക്കി മാറ്റിയത് ആരാണ്? ശക്തൻ തമ്പുരാനുമാണ്. ആ രണ്ടുപേരെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഭൂപ്രമാണിമാരായിരുന്ന നാടുവാഴികളായിരുന്ന എട്ടുവീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തുകൊണ്ട് അധികാരത്തിലേറി. ഭൂപ്രമാണിമാരായ എട്ടുവീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തുകൊണ്ട് അധികാരത്തിലേറി. കാരണം ഈ മാർത്താണ്ഡവർമ്മ അധികാരത്തിലേറുന്ന സമയത്ത് മാർത്താണ്ഡവർമ്മയെ കൊല്ലാൻ ശ്രമിച്ചു ഈ എട്ടുവീട്ടിൽ പിള്ളമാര്. അതുകൊണ്ട് ഇദ്ദേഹം സൈനികരെയൊക്കെ കൂട്ടിയോജിപ്പിച്ച് കർഷകരായ സൈന്യത്തെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു? എട്ടുവീട്ടിൽ പിള്ളമാരെ പരാജയപ്പെടുത്തി. എന്നിട്ടും ദേഷ്യം ഇദ്ദേഹത്തിന് അടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എട്ടുവീട്ടിൽ പിള്ളമാരുടെ വീട് പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ കുളം കുഴിച്ചു എന്നാണ് പറയുക. അങ്ങനെയാണ് മലയാളത്തിൽ ഒരു ശൈലി രൂപം കൊണ്ടത്, കുളം കോരുക എന്ന ശൈലി രൂപം കൊള്ളുക. ഉന്മൂല നാശം വരുത്തുക, അല്ലെ? കുളം കോരുക, ഉന്മൂല നാശം വരുത്തുക എന്നർത്ഥം.
ഇനി രാജ്യത്തെ ഭൂമി അളന്ന് ചിട്ടപ്പെടുത്തി. അതായത് ഭൂമി അളന്ന് ചിട്ടപ്പെടുത്തി എന്ന് പറഞ്ഞാൽ സർവേ നടപടി പൂർത്തിയാക്കി. ഇത് എന്ത് പേരിൽ അറിയപ്പെട്ടു? കണ്ടെഴുത്ത് എന്നറിയപ്പെട്ടു. ഇത് എന്ത് പേരിൽ അറിയപ്പെട്ടു? കണ്ടെഴുത്ത് എന്നറിയപ്പെട്ടു. ഭൂ സർവേ. രാജ്യത്തെ ഭൂമി അളന്ന് ചിട്ടപ്പെടുത്തി ഈ കണ്ടെഴുത്ത് എന്ന ഭൂ സർവേ കണ്ടെഴുത്ത് എന്നാണ് അറിയപ്പെടുക. ഭൂ സർവേ കണ്ടെഴുത്ത് എന്ന് അറിയപ്പെട്ടു. ക്ലിയർ? ഇനി തൃപ്പടിദാനം നടത്തി നമ്മൾ പറഞ്ഞു 1750 ജനുവരി 3-ാം തീയതിയാണ് തൃപ്പടിദാനം നടത്തുക. എന്നാൽ രണ്ടാം തൃപ്പടിദാനം നടത്തിയത് ആരെന്ന് ചോദിച്ചാൽ രണ്ടാം തൃപ്പടിദാനം നടത്തിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? കാർത്തിക തിരുനാളാണ് കേട്ടോ. തൃപ്പടിദാനം നടത്തിയത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. രണ്ടാം തൃപ്പടിദാനം നടത്തുന്നത് കാർത്തിക തിരുനാളാണ്. നമ്മളെ ധർമ്മരാജാവ് എന്ന് വിളിക്കുന്ന വ്യക്തി കാർത്തിക തിരുനാളാണ്. 1766 തൃപ്പടിദാനം നടത്തിയത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1750 ജനുവരി 3. എന്നാൽ രണ്ടാം തൃപ്പടിദാനം നടത്തിയത് കാർത്തിക തിരുനാളാണ്. ഏത് വർഷം? 1766. സെറ്റാണേ. എന്താണ് തൃപ്പടിദാനം? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു തൃപ്പടിദാനം എന്താണെന്ന്. എങ്കിലും നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. 1750 ജനുവരി 3-ാം തീയതി അപ്പോഴത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. തിരുവിതാംകൂറിന്റെ കുലദൈവമായിരുന്ന ശ്രീ പത്മനാഭന് തന്റെ അധികാരത്തിന്റെ അടയാളമായ ഉടവാൾ അടിയറ വച്ച് അദ്ദേഹം പത്മനാഭദാസനായി മാറി. അതുകൊണ്ടാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ എന്ത് സ്വീകരിക്കുന്നത്? പത്മനാഭദാസൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കുക. ഓക്കെ. അപ്പോ അധികാരത്തിന്റെ അടയാളമായ ഉടവാൾ അടിയറ വച്ച് അദ്ദേഹം പത്മനാഭദാസനായി മാറിയതാണ് തൃപ്പടിദാനം എന്നറിയപ്പെടുക. അതിര് കവിഞ്ഞ ഭൂപ്രഭുത്വ ഭീഷണിയെ നേരിടുന്നതിന് വേണ്ടി മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണത്തിൽ വരുത്തിയ മാറ്റങ്ങളുടെ ഭാഗമായിരുന്നു ഈ തൃപ്പടിദാനം എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് വേണ്ടത് ആ ഡേറ്റ് ഓർമ്മിക്കുക. ആരാണ് തൃപ്പടിദാനം നടത്തിയത്? മതി. 1750 ജനുവരി 3 ആരാണ് തൃപ്പടിദാനം നടത്തുക? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. എന്നാൽ രണ്ടാം തൃപ്പടിദാനം എന്നായിരുന്നു 1766 ആര്? കാർത്തിക തിരുനാൾ അഥവാ ധർമ്മരാജയായിരുന്നു. ഇനി കൊച്ചി രാജ്യത്തെ, അതായത് പെരുമ്പടപ്പ് സ്വരൂപത്തെ കൊച്ചി രാജ്യമാക്കി മാറ്റിയത് ശക്തൻ തമ്പുരാനായിരുന്നു. തൃപ്പാപ്പൂർ സ്വരൂപത്തെ തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യമാക്കി മാറ്റിയ മാർത്താണ്ഡവർമ്മ നാടുവാഴികളെ അമർച്ച ചെയ്തതുപോലെ ഇവിടെ ശക്തൻ തമ്പുരാനും നാടുവാഴികളെ അമർച്ച ചെയ്തു. വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചു. അപ്പോ ശക്തൻ തമ്പുരാന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? നാടുവാഴികളെ അമർച്ച ചെയ്തു. തൃശ്ശൂരില് അല്ലെങ്കിൽ കൊച്ചി മഹാരാജ്യത്തെ വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചതും കൊച്ചിയിലെ ഭരണാധികാരിയായ ശക്തൻ തമ്പുരാൻ തന്നെയാണ്. ഇതോടുകൂടി ഈ 6-ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ദക്ഷിണേന്ത്യൻ ചരിത്രം എന്ന ഈ പാഠഭാഗത്ത് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ കുറച്ചുകൂടെ വിശദീകരിച്ച രൂപമാണ് നമുക്ക് പിന്നീട് 8-9 ക്ലാസ്സുകളിൽ പോകുമ്പോൾ പഠിക്കേണ്ടി വരിക. ഇത് ഇത്രയും നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. ഉയർന്ന ക്ലാസ്സുകളിലെ SCRT ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ അവിടെ അതൊക്കെ പഠിച്ചുറപ്പിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ബൈ ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം.